അയാളുടെ സംശയം ഇതാണ്. ഒരാള് ഒരു ഷെയർ വാങ്ങി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഷെയറിൽ ആ കമ്പനി പലിശ ഇടപാടുകൾ നടത്തുന്നുണ്ട് മനസ്സിലായത്. അതോടുകൂടി നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു. അയാൾ ആ ഷെയർ വിറ്റു. വിറ്റപ്പോൾ കുറച്ച് ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയ പൈസ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഷെയർ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഷെയറിന് ബുക്ക് വാല്യൂ ഉണ്ടാവും, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങിക്കുമ്പോൾ ആ ഷെയറിന് എന്താണോ വില, ആ വിലയാണ്. അപ്പോൾ ഒരു ഷെയറിന് 1000 രൂപയാണ് വില എങ്കിൽ ആ 1000 രൂപക്ക് 10 ഷെയർ ചേർന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഉണ്ടാവും. അപ്പോൾ ഇയാൾ ഷെയർ വാങ്ങിച്ച അതേ വിലക്കൻ്റെ വിൽക്കുകയാണെങ്കിൽ അതിൽ അയാൾ ലാഭമൊന്നും എടുത്തിട്ടില്ല. അയാൾ ആ വാങ്ങിച്ചത് വിറ്റ് തടി സലാമത്താക്കി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി അദ്ദേഹം അത് ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കമ്പനിയുടെ ഏത് കമ്പനിയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഷെയറിന് ലാഭം കിട്ടിയത്, ആ കമ്പനിയുടെ പലിശ കലർന്നത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് അറിയാൻ ശ്രമിക്കണം. ഉദാഹരണമായിട്ട് 25% പലിശ കലർന്നതാണ് എങ്കിൽ ഈ കിട്ടിയ മൊത്തം ലാഭത്തിൽ നിന്ന് അയാൾ 25% പലിശ ഒഴിവാക്കുന്നത് പോലെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല മാർഗത്തിൽ അയാളോ അയാളെ കുടുംബം ഉപയോഗിക്കാതെ, ഉദാഹരണം പറഞ്ഞാൽ 10,000 രൂപ അയാൾക്ക് അധികം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 2,500 രൂപ 25% ആകുമ്പോൾ അത് അയാൾ കൊടുത്ത് ഒഴിവാക്കുക. ബാക്കി 75% അദ്ദേഹത്തിനുള്ളതാണ്. അത് അയാൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് അതിൽ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം. പലിശ എത്രയാണെന്ന് അറിയാൻ കഴിയാതെ പോയാൽ അതെ, അങ്ങനെ അറിയാൻ പറ്റാതെ വന്നാൽ 2 മാർഗമുണ്ട് അയാൾക്ക്. ഒന്ന്, ഒരു ലാഭവും അയാൾ എടുക്കാതെ വെക്കുക. അതാണ് സൂക്ഷ്മതയുടെ വശം എന്ന് പറയുന്നത്. ഒരു ലാഭവും, എനിക്ക് ആ ലാഭമാണെങ്കിൽ മുതൽ മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കാം. പിന്നെ തീർച്ചയായും ഉറപ്പാണ് അദ്ദേഹത്തിന് അതിൽ ഹലാലായി ഇദ്ദേഹത്തെ പോലെ തന്നെ ചേർന്നവരും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെടുക്കലേ നിവൃത്തിയുള്ളൂ.